everyone. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേസിനെ കുറിച്ചാണ്. നമ്മുടെ വയറിങ്ങിൻ്റെയും ഇൻസ്റ്റാളേഷൻ്റെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിലേസ്. അപ്പം എന്താണ് റിലേ, റിലേയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് റിലേ എന്താണെന്ന് നോക്കാം. എ റിലേ ഈസ് എ ഡിവൈസ് വിച്ച് ഓപ്പൺസ് ഓർ ക്ലോസസ് ആൻ ഓക്സിലറി സർക്യൂട്ട് under predetermined conditions in the main circuit. മെയിൻ സർക്യൂട്ടിൻ്റെ അകത്ത് പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ച ഒരു കണ്ടീഷൻ എത്തുന്ന സമയത്ത് ഒരു ഓക്സിലറി സർക്യൂട്ട് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യും. അതിനനുസരിച്ച് ആ ഡിവൈസിനെ മെയിൻ സർക്യൂട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഓക്സിലറി സർക്യൂട്ടിനെ മെയിൻ സർക്യൂട്ടിൽ നിന്നും ട്രിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സർക്യൂട്ട് മേക്ക് ചെയ്യുകയോ അതുപോലെ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യും. യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെനി അതർ ഫീൽഡ്സ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫീൽഡിലും മറ്റുള്ള ഫീൽഡുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സെൻസിറ്റീവ് ടു കണ്ടീഷൻ ഓഫ് വോൾട്ടേജ്, കറണ്ട്, ടെമ്പറേച്ചർ, ഫ്രീക്വൻസി ഓർ സം കോമ്പിനേഷൻസ് ഓഫ് ദീസ് കണ്ടീഷൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇത്? ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള റിലേ ഉണ്ട്, വോൾട്ടേജ് സെൻസിറ്റീവ് റിലേ ഉണ്ട്, കറണ്ട് സെൻസിറ്റീവ് റിലേ ഉണ്ട്, അതുപോലെ ഫ്രീക്വൻസി സെൻസിറ്റീവ് റിലേ ഉണ്ട്. ചില കേസിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ കോമ്പിനേഷൻസും വരാറുണ്ട്. ചിലപ്പോൾ വോൾട്ടേജിനും കറണ്ടിനും ഒരുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചസിനനുസരിച്ചും കറണ്ടിൻ്റെ ചേഞ്ചസിനനുസരിച്ചും കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന റിലേസും അവൈലബിൾ ആണ്. റിലേസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ മെയിൻ ഓപ്പറേറ്റിംഗ് ഫോഴ്സ്. മെയിൻ ഓപ്പറേറ്റിംഗ് ഫോഴ്സ്, ഏത് ഓപ്പറേറ്റിംഗ് ഫോഴ്സിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യണത് എന്നുള്ളതനുസരിച്ച് അതിന് മെയിനായിട്ടും ക്ലാസിഫിക്കേഷൻസ് വരാറുണ്ട്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേസ് ഓർ തെർമൽ റിലേസ്. ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിന് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേസ് എന്ന് പറയും. തെർമൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിന് തെർമൽ റിലേസ് എന്ന് പറയും. ഫസ്റ്റ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതിന് ആർമേച്ചർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അതുപോലെ കോണ്ടാക്ട്സ് ഉണ്ട്, ഫിക്സഡ് കോണ്ടാക്ട്സ് ഉണ്ട്, മൂവബിൾ കോണ്ടാക്ട്സ് ഉണ്ട്. ദെൻ ഇവിടെ രണ്ട് കോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു അയൺ കോർ ഉണ്ട്, അയൺ കോറിൻ്റെ ചുറ്റുമായിട്ട് ഒരു കോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റും അത് കോയിൽ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനൊരു ആർമേച്ചർ ഉണ്ട്. ആ ആർമേച്ചർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഈ കോണ്ടാക്ട്സിൻ്റെ ക്ലോസ് ചെയ്യുന്നതും അതുപോലെ ഓപ്പൺ ചെയ്യുന്നതും. ഇതിന് ഇവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്തേക്ക്, ഒരു സ്പ്രിങ്ങിലേക്കായിട്ടാണ് ഈ ആർമേച്ചർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ മാഗ്നറ്റിക് നമ്മുടെ അയൺ കോറിനും, ഒരു അയൺ കോറിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ട് ആ കോയിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ അയൺ കോർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ടെർമിനൽസ്, അതുപോലെ ഇൻസുലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സപ്ലൈ, കോയിലിൻ്റെ അക്രോസ് ആയിട്ട് സപ്ലൈ കൊടുക്കും. ഇതാണ് അതിൻ്റെ അയൺ ഫ്രെയിം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എ റിലേ സ്വിച്ച് അസംബ്ലി ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൂവബിൾ ആൻഡ് ഫിക്സഡ് ലോ റെസിസ്റ്റൻസ് കോണ്ടാക്ട്സ് ദാറ്റ് ഓപ്പൺ ഓർ ക്ലോസ് എ സർക്യൂട്ട്. പറഞ്ഞു, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവബിൾ കോണ്ടാക്റ്റും ഉണ്ട്. ലോ റെസിസ്റ്റൻസ് കോണ്ടാക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഫിക്സഡ് കോണ്ടാക്ട്സ് ആർ മൗണ്ടഡ് ഓൺ സ്പ്രിംഗ് ഓർ ബ്രാക്കറ്റ്സ് വിച്ച് ഹാവ് സം ഫ്ലെക്സിബിലിറ്റി. കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ള സ്പ്രിങ് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സിൻ്റെ മേലെയാണ് സാധാരണ ഫിക്സഡ് കോണ്ടാക്ട്സ് ഫിക്സ് ചെയ്യാറുള്ളത്. മൂവബിൾ കോണ്ടാക്ട്സ് ആണെങ്കിൽ ആർ മൗണ്ടഡ് ഓൺ എ സ്പ്രിങ് ഓർ ഹിഞ്ച് ഡാം. ഹിഞ്ച് ഡാം എന്ന് പറയുമ്പം നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ആംഗിളിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നവന് നമ്മൾ ഒരു സൈഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഹിഞ്ച് ഡാം എന്ന് പറയുന്നത്. നമ്മൾ ഡോറൊക്കെ ഒരു സൈഡിൽ ഹിഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ. അപ്പോൾ അതുപോലെയുള്ള ഒരു ഹിഞ്ച് ഡാമിലോ അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിൻ്റെ മേലെയോ ആയിരിക്കും മൂവബിൾ കോണ്ടാക്റ്റ്. കാരണം അത് മൂവ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഹിഞ്ച്ഡ് ആമിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യണത്. ദ നെക്സ്റ്റ് വൺ കറണ്ട് സെൻസിങ് റിലേ. ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയിൽ തന്നെ വരുന്നതാണ് കറണ്ട് സെൻസിങ് റിലേ. ഫങ്ഷൻസ് വെൻ ദ കറണ്ട് ഇൻ ദ കോയിൽ റീച്ചസ് ആൻ അപ്പർ ലിമിറ്റ്. കറണ്ട് ഒരു അപ്പർ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ലിമിറ്റിന് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റിലേ ആണ് കറണ്ട് സെൻസിങ് റിലേ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് സ്പെസിഫൈഡ് ഫോർ പിക്കപ്പ് മസ്റ്റ് ഓപ്പറേറ്റ് കണ്ടീഷൻ ഓർ നോൺ പിക്കപ്പ്. നോൺ പിക്കപ്പ് എന്ന് പറയുമ്പോൾ മസ്റ്റ് നോട്ട് ഓപ്പറേറ്റ് ഈസ് യൂഷ്വലി ക്ലോസ്ലി കൺട്രോൾഡ്. അതായത് കറണ്ടിലെ ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ച വാല്യൂവും ഇപ്പോൾ സർക്യൂട്ടിൽ വരുന്ന കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യാം. ആ പ്രീഡിറ്റർമൈൻ വാല്യൂവിൻ്റെ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് പിക്കപ്പ് കറണ്ട് എന്ന് പറയുമ്പോൾ അതിന്, അതായത് മസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. നോൺ പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് നോട്ട് ഓപ്പറേറ്റ്, അതായത് വർക്ക് ചെയ്യരുത്, റിലേ വർക്ക് ചെയ്യാത്ത കണ്ടീഷൻസ്, അതായത് ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ റിലേ വർക്ക് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ എല്ലാം
പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് റിലേ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ കറണ്ട് മേ ഓൾസോ ബി ക്ലോസ്ലി കൺട്രോൾഡ് ഫോർ ഡ്രോപ്പ് ഔട്ട്, മസ്റ്റ് റിലീസ് ആൻഡ് നോൺ ഡ്രോപ്പ് ഔട്ട്. ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ ആർമേച്ചർ റിലീസ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, അതുപോലെ നോൺ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ ആർമേച്ചർ റിലീസ് ചെയ്യേണ്ട എന്നുള്ള കണ്ടീഷനും. അങ്ങനെയുള്ള കണ്ടീഷനിലും ഈ കറണ്ടിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ദെൻ അണ്ടർ കറണ്ട് റിലേ. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? കറണ്ടിന് ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പിക്കപ്പ് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന കേസാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അതായത് ഓവർ കറണ്ട് വരുന്ന കേസിൽ. ഇനി അണ്ടർ കറണ്ട് വരുന്ന കേസിൽ നമ്മുടെ അപ്ലയൻസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അണ്ടർ കറണ്ട് റിലേ. അണ്ടർ കറണ്ട് റിലേ ഈസ് ആൻ അലാം ഒരു പ്രൊട്ടക്റ്റീവ് റിലേ. അതും ഒരു അലാറമോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് റിലേ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് വെൻ ദ കറണ്ട് ഫോൾസ് ബിലോ എ പ്രീഡിറ്റർമൈൻഡ് വാല്യൂ. കറണ്ട് ഒരു നേരത്തെ നിശ്ചയിച്ച് വെച്ച ഒരു വാല്യൂവിനേക്കാളും താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിനെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏത്? അണ്ടർ കറണ്ട് റിലേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വോൾട്ടേജ് സെൻസിങ് റിലേ. വോൾട്ടേജ് സെൻസിങ് റിലേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മേലേക്കോ താഴേക്കോ പോയി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഡിവൈസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന രീതിക്കാണ് വോൾട്ടേജ് സെൻസിങ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് യൂസ്ഡ് വെൻ എ കണ്ടീഷൻ ഓഫ് അണ്ടർ വോൾട്ടേജ് ഓർ ഓവർ വോൾട്ടേജ് മേ കോസ് എ ഡാമേജ് ദ എക്യുപ്മെൻറ്റ്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ അണ്ടർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ഡിവൈസസിന് ഇത് ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് സെൻസിങ് റിലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഏതാണ്? വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്. നമ്മൾ ടി വിക്കും ഫ്രിഡ്ജിനൊക്കെ കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ഇല്ലേ, അതിനകത്ത് വോൾട്ടേജാണ് അവർ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. സോ ആ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സെൻസിങ് റിലേ ആണ്. ഈ റിലേ ചെക്ക് ചെയ്തിട്ടാണ് വോൾട്ടേജിന് മാറ്റങ്ങൾ വരുത്തുന്നത്. ഐദർ എ പ്രൊപ്പോർഷണൽ എ സി വോൾട്ടേജ് ഡിറൈവ്ഡ് ഫ്രം എ ട്രാൻസ്ഫോമർ ഓർ എ പ്രൊപ്പോർഷണൽ ഡി സി ഡിറൈവ്ഡ് ഫ്രം എ ട്രാൻസ്ഫോമർ ആൻഡ് റെക്ടിഫയർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സോഴ്സ് ഏതാണ്? ഒന്നുകിൽ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന എ സി വോൾട്ടേജിനനുസരിച്ചിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് ഒന്നുകിൽ ഈ സെൻസിങ് റിലേ വർക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ റെക്ടിഫയർ കോമ്പിനേഷൻ്റെ റെക്ടിഫയറിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഡി സി വോൾട്ടേജിനനുസരിച്ചും ഏത് വർക്ക് ചെയ്യാറുണ്ട്? വോൾട്ടേജ് സെൻസിങ് റിലേ വർക്ക് ചെയ്യാറുണ്ട്. ദെൻ ലാച്ചിങ് റിലേ എന്ന് പറയും. നെക്സ്റ്റ് റിലേയുടെ വേറൊരു ടൈപ്പ് പറയുന്നതാണ് ലാച്ചിങ് റിലേ. They are capable of maintaining their contacts in the last assumed position without the maintained current in the coil. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കോയിലിലൂടെ നമ്മൾ സപ്ലൈ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കോയിൽ എനർജൈസ്ഡ് ആവുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോ മാഗ്നറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആർമേച്ചർ മൂവ് ചെയ്യുന്നതും ഫിക്സഡ് കോൺടാക്റ്റും മൂവിങ് കോൺടാക്ട്സും തമ്മിൽ സെപ്പറേഷൻ വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കറണ്ട് സെൻസ് ചെയ്യുന്നതിനനുസരിച്ച് കോൺടാക്ട്സ് മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഒന്നിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കോൺടാക്ട്സ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ കറണ്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തു, അതായത് ട്രിപ്പായി, സർക്യൂട്ട് ട്രിപ്പായി പോയി ആ കറണ്ട് അവിടുന്ന് റിമൂവ് ആയിക്കഴിഞ്ഞാലും മാനുവലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതെ തിരിച്ച് ആ കോയിൽ അതേ പൊസിഷനിലേക്ക്, അത് കോൺടാക്ട്സ് പഴയ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നതിനെയാണ് നമ്മൾ ഏത് ടൈപ്പ് എന്ന് പറയുക? ലാച്ചിങ് റിലേ എന്ന് പറയുക. റീസെറ്റിംഗ് ഓഫ് ദ റിലേസ് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. ആദ്യം ഉണ്ടായിരുന്ന അതേ പൊസിഷനിലേക്ക് തന്നെ റിലേ തന്നാലെ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാച്ചിങ് റിലേ എന്ന് പറയുന്നത്. These relays holds their contacts in position after the power is cut off. പവർ കട്ടൗട്ട് ആയി കഴിഞ്ഞാൽ റിലേസ് അതിൻ്റെ ആദ്യമേ ഉള്ള പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. There are the two basic kinds of latching relay. ഇനി ഈ ലാച്ചിങ് റിലേ ആണെങ്കിൽ രണ്ട് ബേസിക് ടൈപ്സ് പറയുന്നുണ്ട്. മെക്കാനിക്കൽ റീസെറ്റും പറയുന്നുണ്ട്, ഇലക്ട്രിക്കൽ റീസെറ്റും പറയുന്നുണ്ട്. റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. അത് മെക്കാനിക്കൽ റീസെറ്റ് എന്ന് പറയുമ്പം മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് റീസെറ്റ് ചെയ്ത് പോകുന്നതിനാണ് മെക്കാനിക്കൽ റീസെറ്റ് എന്ന് പറയുക. ഇലക്ട്രിക്കൽ റീസെറ്റ് എന്ന് പറയുമ്പം അതുപോലെ തന്നെ അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോകും, പക്ഷേ അത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റിലേനെയാണ് ഇലക്ട്രിക്കൽ റീസെറ്റ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ലാച്ചിങ് റിലേയിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മെക്കാനിക്കൽ റീസെറ്റും വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ റീസെറ്റും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ റീഡ് റിലേസ് എന്ന് പറയും. എന്താണ് റീഡ്? റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സ്വിച്ചാണ്. അതായത് ഒരു സ്വിച്ച്, ഒരു ഗ്ലാസ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചേമ്പറിൻ്റെ അകത്ത് ഒരു ചെറിയത്, അതിൻ്റെ അകത്ത് റീഡ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. ആ പ്ലാന്റിൻ്റെ ഷേപ്പിലായിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന കോണ്ടാക്ട്സ് വരുന്നത്. കുറച്ച് തിന്നായിട്ട് എന്നാൽ കുറച്ച് വൈഡായിട്ടുള്ള രണ്ട് കോണ്ടാക്ട്സ്, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ഉണ്ടാകും അതിൻ്റെ അകത്ത്. ജസ്റ്റ് ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നതാണ്. They consist of essentially magnetically actuated reed switches. ഈ റീഡ് റിലേസിനകത്തുള്ളത് മാഗ്നറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന റീഡ് സ്വിച്ച്, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പം അതിനനുസരിച്ചാണ് ഈ റീഡ് സ്വിച്ചസ് ഓപ്പറേറ്റ് ചെയ്യാറുള്ളത്.
സാധാരണ റീഡ് സ്വിച്ചസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒരു സോളിനോയിഡോ അല്ലെങ്കിൽ ഒരു കോയിലോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക്കലി ഈ റീഡ് സ്വിച്ചസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സിൻസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ കണ്ടാമിനേഷൻ ആൻഡ് ദ ലിമിറ്റഡ് നമ്പർ ഓഫ് മൂവിങ് പാർട്സ്. ഇവിടെ മൂവിങ് പാർട്സ് കുറവാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറേ ആർമേച്ചറോ അങ്ങനെ സ്പ്രിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, മൂവിങ് പാർട്സിൻ്റെ എണ്ണം കുറവാണ്, കണ്ടാമിനേഷൻ കുറവാണ്. അതായത് അത് പൊല്യൂഷൻ, അതിലേക്ക് മറ്റുള്ള സംഭവങ്ങൾ എക്സ്റ്റേണലി നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ്. അവോയ്ഡ് മെനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി കൺവെൻഷണൽ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ കൺവെൻഷനലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റിലേക്ക് ഉള്ള കുറേ ഡിസഡ്വാൻറ്റേജസ് ഈ കേസിൽ ഒഴിവായി കിട്ടുന്നതാണ്. The contact resistance is kept to minimum due to the fact that the contact points are made either with gold or rhodium. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ഓർത്തിരിക്കുക, റീഡ് റിലേസിനകത്ത് അതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ റെസിസ്റ്റൻസ് പരമാവധി നമുക്ക് കുറച്ച് വെക്കണം. കോണ്ടാക്റ്റിൻ്റെ റെസിസ്റ്റൻസ് പരമാവധി കുറച്ചാൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ കോണ്ടാക്റ്റിൻ്റെ റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ കോണ്ടാക്ട്സിൻ്റെ പോയിൻറ്റ്സ് ഏത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഗോൾഡ് അല്ലെങ്കിൽ റോഡിയം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നീഡ്സ് വെരി ലോ പവർ ടു ഓപ്പറേറ്റ്. ഈ റീഡ് സ്വിച്ചസ് ഓപ്പറേറ്റ് ചെയ്യാനെങ്കിൽ റീഡ് റിലേസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ പവർ മാത്രമേ ആവശ്യമുള്ളൂ. ആൻഡ് ക്യാൻ ഹാൻഡിൽ എ 250 വാട്ട് സോളിനോയിഡ് ലോഡ് ഓൺ ദെയർ കോണ്ടാക്ട്സ്. ആ കോണ്ടാക്ട്സിന് മേലെ ഒരു 250 വാട്ട് വരെയുള്ള സോളിനോയിഡ് ലോഡുകൾ അവിടെ താങ്ങാൻ അതിന് സാധിക്കും. ഇനി റീഡ് സ്വിച്ചസിന് നമ്മൾ മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഡ്രൈഡ് റീഡ് റിലേ ഉണ്ട്, അതുപോലെ ഫെർറീഡ് റിലേ ഉണ്ട്, മെർക്കുറി വെറ്റഡ് കോണ്ടാക്ട് റിലേ ഉണ്ട്. ഡ്രൈഡ് റീഡ് റിലേ എന്ന് പറയുമ്പോൾ അറിയാവുന്ന പോലെ തന്നെ അവൾ ഡ്രൈ ആയിരിക്കും, വേറെ വെറ്റായിട്ടുള്ള പോർഷൻസ് ഒന്നും അതിനകത്തില്ല. ജസ്റ്റ് റീഡ് സ്വിച്ച് മാത്രമാണ് ഉണ്ടാവുക, അതിന് 2 കോണ്ടാക്ട്സും ഉണ്ടാവും. ഫിഗറിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലോസ്ഡ് ചേംബർ, ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ക്ലോസ്ഡ് ചേംബറിൻ്റെ അകത്ത് ജസ്റ്റ് 2 കോണ്ടാക്ട്സ് ആയിട്ടുള്ള ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 opposing reeds are sealed in a narrow glass tube. ഒരു നാരോ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് 2 ഒപ്പോസിങ് റീഡ്സ് നമ്മൾ 2 ഡയറക്ഷനിലേക്ക് പോകുന്നത്. 2 ഒപ്പോസിങ് റീഡ്സിന് അതിൻ്റെ അകത്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ റീഡ്സ് ഓവർലാപ്പ് ദെയർ ഫ്രീ എൻഡ്. അതിൻ്റെ 2ൻ്റെയും ഫ്രീ എൻഡ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. At the contact area, they are usually plated with gold or rhodium to produce a low contact resistance. നേരത്തെ പറഞ്ഞു ലോ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടി, കോണ്ടാക്ട് ചെയ്യുന്ന പോർഷനിൽ റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടി. കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞാൽ മാത്രമേ അത് ക്ലോസ് ആവുന്ന സമയത്ത് അതിലൂടെ കറണ്ട് കടന്നു പോവുള്ളൂ. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഭയങ്കര കുറയാൻ വേണ്ടി ഗോൾഡ് അല്ലെങ്കിൽ റോഡിയം ഉപയോഗിച്ചിട്ടാണ് കോണ്ടാക്ട് ഏരിയനെ പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ മേ ഹാവ് മൾട്ടി കോണ്ടാക്ട് ഡിസൈൻ. ഇതിപ്പം ഒറ്റപ്പോള് 2 പോളാണ്. മൾട്ടി കോണ്ടാക്ട് അല്ലെങ്കിൽ ഇതിവിടെ ഒരു കോണ്ടാക്റ്റ് മാത്രമാണ് വരുന്നത്. മൾട്ടി പോളിൽ മൾട്ടി കോണ്ടാക്ട് ഡിസൈനും സാധാരണ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെർറൈഡ് റിലേ. ഇതാണ് അതിൻ്റെ റീഡ് എന്ന് പറഞ്ഞ പോർഷൻ. ഇതാണ് ഫെർറൈഡ് റിലേ. എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? ഫെർറൈഡ് റിലേ ഇൻ വിച്ച് ദ ഡ്രൈ റീഡ് സ്വിച്ച് ഈസ് കണ്ടെയ്ൻഡ് വിത്ത് 1 or more മാഗ്നറ്റിക് മെമ്പേഴ്സ്. റീഡ് റിലേയിൽ തന്നെ ഒന്നിലധികം മാഗ്നറ്റിക് മെമ്പേഴ്സ് ഉണ്ടാവുന്ന കേസിൽ ദ മാഗ്നറ്റൈസേഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ കറണ്ട് പൾസസ്. ഇവിടെ എന്താ ചെയ്യണം, നമ്മൾ കറണ്ട് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റൈസേഷനെ മാറ്റി കൊടുക്കുക. ഇങ്ങനെ മാഗ്നറ്റൈസേഷനെ മാറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്ന മാഗ്നറ്റൈസേഷൻ ആ റീഡ് സ്വിച്ച് വെച്ചിട്ടുള്ളതിന് ചുറ്റും വരുന്ന മാഗ്നറ്റൈസേഷൻ മാറുന്നതിനനുസരിച്ച്, ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചാണ് ഏത് വർക്ക് ചെയ്യണത്, ഫെർറൈഡ് റിലേ വർക്ക് ചെയ്യണത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരിക? നമ്മൾ അതിലൂടെ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കറണ്ട് പൾസ് വീക്കാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിസം എന്തായിരിക്കും? കുറവായിരിക്കും. സ്ട്രോങ് കറണ്ടാണെന്നല്ലെങ്കിൽ ഹൈ കറണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടുത്തെ ഈ റീഡ് സ്വിച്ചസ് വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ദ സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ വരുന്ന സമയത്ത് സപ്ലൈസ് എ ഫീൽഡ് സ്ട്രോങ് ഇനഫ് ടു ക്ലോസ് ദ കോണ്ടാക്ട്സ്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിചാരിക്കുക. നമ്മൾ അതിനകത്തേക്ക് കടത്തി വിടുന്ന കറണ്ട് സ്ട്രോങ് ആണ്. ഹൈ കറണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്ട്രോങ് ആയിരിക്കും. ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമ്മുടെ റീഡ് സ്വിച്ചസ് മാഗ്നറ്റൈസ്ഡ് ആവും, അത് ക്ലോസ്ഡ് ആവും. അതായത് ക്ലോസ് ചെയ്യാൻ മാത്രം സ്ട്രോങ് ആയിരിക്കും അത്. ഇൻ കേസ് ഓഫ് ദ വീക്ക് ആണെങ്കിലോ, അവിടെ റൈറ്റ് സൈഡിൽ കണ്ടിട്ടില്ലേ, വീക്ക് ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് വീക്കാകുമ്പം ഈ കോണ്ടാക്ട്സിനെ ക്ലോസ് ചെയ്യാൻ പാകത്തിനുള്ള അത്രയും മാഗ്നറ്റൈസേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ റീഡ് സ്വിച്ചസ് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ ഈ കേസിൽ ഏതാണ്, ഹൈ കറണ്ട് വരികയാണെങ്കിൽ ഇത് ക്ലോസ്ഡ് ആവും, ലോ കറണ്ട് വരികയാണെങ്കിൽ അത് ഓപ്പൺ ആവും.
an operating pulse through the coil produces the first state. നമ്മളൊരു ഓപ്പറേറ്റിംഗ് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് കാണിക്കും, ആ പൾസ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റും കാണിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കോണ്ടാക്ട്സ് ബ്രേക്ക് ചെയ്യുകയും മേക്ക് ചെയ്യുകയും ചെയ്യണത്. ഇനി ഇതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യാനോ മേക്ക് ചെയ്യാനോ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വിച്ച് ഈസ് വിത്തിൻ ദ 5 microsecond ഡ്യൂറേഷൻ. വെറും വളരെ കുറച്ച് സമയം മാത്രമേ അത് എടുക്കുന്നുള്ളൂ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂസസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. അതേപോലെ തുടക്കത്തിൽ പറഞ്ഞ കേസിൽ ഫ്യൂസസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസിലൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ വളരെ കുറച്ച് ടൈം, ആകെ ഒരു 5 microsecond ഡ്യൂറേഷനിൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതിൽ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. മെർക്കുറി വെറ്റഡ് കോണ്ടാക്ട് റിലേ. നെക്സ്റ്റ് കേസ് പറയുന്നത് മെർക്കുറി വെറ്റഡ് കോണ്ടാക്ട് റിലേ. എന്തായിരിക്കും മെർക്കുറി വെറ്റഡ് എന്ന് പറയുമ്പോൾ ഈ കോണ്ടാക്ട് ഏതിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു മെർക്കുറി ഉപയോഗിച്ച് വെറ്റ് ചെയ്ത രീതിയിൽ, അതായത് മെർക്കുറിയിൽ ഡിപ്പ് ചെയ്ത രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഫിഗറിൽ കാണിച്ചു കണ്ടോ, കോണ്ടാക്റ്റിൻ്റെ അടിയിൽ മെർക്കുറിയുടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെർക്കുറി ഈ കോണ്ടാക്റ്റ് ആ മെർക്കുറിയിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. This relay consists of a glass enclosed reed with its base immersed in a pool of mercury. ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും റീഡ് വന്നിട്ടുള്ളത്. ഒരു പൂൾ ഓഫ് മെർക്കുറിയിലാണ് അതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ ബേസ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. വെൻ ദ കോയിൽ സറൗണ്ടിങ് ദ ക്യാപ്സ്യൂൾ ഈസ് ആക്ടിവേറ്റഡ്. ഈ ക്യാപ്സ്യൂളിൻ്റെ ചുറ്റുമായിട്ടൊരു കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോയിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കോയിലിയുടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മെർക്കുറി മേക്സ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഫിക്സഡ് ആൻഡ് മൂവബിൾ കോണ്ടാക്റ്റ്. മെർക്കുറി എന്ത് ചെയ്യും? ഫിക്സഡ് കോണ്ടാക്റ്റും മൂവബിൾ കോണ്ടാക്റ്റും തമ്മിൽ ഒരു കോണ്ടാക്ട്സ് മേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പൾസ് റിലേ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിലേ പറയുന്നത്, നമ്മളിപ്പോൾ ലാച്ചിങ് റിലേ പറഞ്ഞു, റീഡ് റിലേ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഇമ്പൾസ് റിലേ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സിംഗിൾ കോയിൽ റിലേ. ഒറ്റ കോയിൽ മാത്രം വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേ ആണ് ഇമ്പൾസ് റിലേ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഇമ്പൾസ് റിലേ എന്ന് പറയുമ്പം അത് സിംഗിൾ കോയിൽ റിലേ ആണ്. ആർമേച്ചർ ഡ്രിവൺ മെക്കാനിസം. ഇവിടെ ആർമേച്ചർ ഡ്രിവൺ മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെക്കാനിസം മൂവ്സ് ദ കോണ്ടാക്ട് ഫ്രം വൺ പൊസിഷൻ ടു ദി അതർ ആൻഡ് ബാക്ക് അഗെയിൻ ആസ് ദ ഇലക്ട്രിക് പൾസ് ആർ റിസീവ്ഡ്. ഇലക്ട്രിക് പൾസ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കോണ്ടാക്ട്സ് മൂവ് ചെയ്യുക, ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കും തിരിച്ച് അവിടെ നിന്ന് വീണ്ടും പഴയ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇലക്ട്രിക് പൾസ് വരുന്നതിനും പോകുന്നതിനും അനുസരിച്ചാണ് അതിന് ഈ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ റിലേ ക്യാൻ ഓപ്പറേറ്റ് ഓൺ AC ഓർ DC പവർ. ഇമ്പൾസ് റിലേക്ക് AC പവറിലും വർക്ക് ചെയ്യാം, DC പവറിലും വർക്ക് ചെയ്യാം. അപ്പോൾ ഓർത്തിക്കുക, AC പവറിലും DC പവറിലും വർക്ക് ചെയ്യുന്ന റിലേ ഏതാണ്? ഇമ്പൾസ് റിലേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാഡർ ടൈപ്പ് റിലേ. ദ സിംപ്ലസ്റ്റ് കോണ്ടാക്ട് അറേഞ്ച്മെൻറ്റ് യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ റിലേ ഈസ് ദ ബ്രേക്ക് മേക്ക് ഓർ ട്രാൻസ്ഫർ കോണ്ടാക്ട് കോമ്പിനേഷൻ. ബ്രേക്ക് ചെയ്യുക, മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കോണ്ടാക്ട് കോമ്പിനേഷൻ. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിംപ്ലസ്റ്റ് കോണ്ടാക്ട് അറേഞ്ച്മെൻ്റ് ആണ് ക്ലാഡർ ടൈപ്പ് ആർമേച്ചർ റിലേക്കകത്ത് വരുന്നത്. എ മൂവബിൾ കോണ്ടാക്ട് ഈസ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു ദി ആർമേച്ചർ ബൈ മീൻസ് ഓഫ് എ ഫ്ലെക്സിബിൾ സ്ട്രിപ്പ് ഓഫ് മെറ്റൽ. ഇവിടെ ഒരു ഫ്ലെക്സിബിൾ സ്ട്രിപ്പ് ഓഫ് മെറ്റൽ ഉണ്ട്. ആ ഫ്ലെക്സിബിൾ സ്ട്രിപ്പ് ഓഫ് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മൂവബിൾ കോണ്ടാക്റ്റിനെ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മൂവബിൾ കോണ്ടാക്റ്റ്. മൂവബിൾ കോണ്ടാക്റ്റിനെ ആർമേച്ചറിലേക്ക്, ഈ കാണുന്ന പോർഷനാണ് ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്? ഈ ഒരു സ്ക്വയർ പീസായിട്ട് ഇവിടെ ചെറുതായിട്ട് കാണാനുണ്ട്. അതാണ് ഒരു മെറ്റൽ പീസാണത്. ഒരു സ്ട്രിപ്പ് ഓഫ് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മൂവബിൾ കോണ്ടാക്റ്റിനെ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. വെൻ ദ ഇലക്ട്രോ മാഗ്നറ്റ് ഓപ്പറേറ്റ്സ് ദ ആർമേച്ചർ മൂവ്സ് ദിസ് കോണ്ടാക്ട്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദ 2 sets ഓഫ് കോണ്ടാക്ട്സ്. ഇനി ഇതിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോ മാഗ്നറ്റ് ഒരു കോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചുറ്റിലും ഒരു കോയിലും ഉണ്ടാവും. അപ്പോൾ ആ കോയിലിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആർമേച്ചർ എന്ത് ചെയ്യും? കോണ്ടാക്റ്റിനെ മൂവ് ചെയ്യും. ഇവിടെ ഒരു സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർമേച്ചർ ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിൽ ആ ആർമേച്ചർ മൂവ് ചെയ്യും. ഈ ആർമേച്ചർ മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ കോണ്ടാക്റ്റിൻ്റെ അവിടെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.